ഹായ് ഫ്രണ്ട്സ്, ഞാൻ മധു ബാലൻ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് സംസാരിക്കുന്നത് ദൃഢപ്രതിജ്ഞാ വാചകങ്ങളെക്കുറിച്ചാണ്, അഫർമേഷൻസ്. ഈ അഫർമേഷൻസ് നമ്മുടെ ജീവിത വിജയത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ഈ രണ്ട് തരത്തിലുള്ള മനസ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബോധ മനസ്സ് എന്ന് പറയുന്നത് ഒരു കാവൽക്കാരനാണ്. നമ്മുടെ ഉപബോധ മനസ്സിലോട്ട് പോകുന്ന ചിന്തകളെല്ലാം ബോധ മനസ്സിനെ നിരീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ബോധ മനസ്സ് മനഃപൂർവ്വം വിജയിക്കാൻ സാധിക്കുന്ന, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുന്ന ചിന്തകളെ ഉള്ളോട്ട് കടത്തിവിടാൻ വേണ്ടി പ്രാപ്തമാക്കുന്ന രീതിയിൽ നമ്മൾ പരിശീലനം നേടണം. അതിന് അഫർമേഷൻ നമ്മൾ ഒരുപാട് സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിത വിജയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നേടാനും സംതൃപ്തി നേടാനും സമാധാനം നേടാനും കുടുംബ ഭദ്രത ഉണ്ടാവാനും ഉന്നതമായ സാമ്പത്തിക നിലവാരം നേടുന്നതിനുമൊക്കെ നമ്മളെ സഹായിക്കാൻ ഈ അഫർമേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ ഒരു സുഹൃത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബെൻസ് സി ക്ലാസ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അവൻ അഫർമേഷൻ്റെ പ്രാധാന്യം അറിയാവുന്നതുകൊണ്ട് നിരന്തരമായിട്ട് അവൻ കുറേ സമയം അതിനുവേണ്ടി കണ്ടെത്തി അഫർമേഷനിലൂടെ പറയാൻ ശ്രമിക്കുക. ദിവസവും പറയുകയായിരുന്നു, എനിക്ക് ബെൻസ് കാർ എന്നിലേക്ക് സ്വന്തമാകാൻ വേണ്ടി പോവുകയാണ്, ഞാൻ ബെൻസ് സി ക്ലാസ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്, അത് തീർച്ചയായും എന്നിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് തുടങ്ങി നിരന്തരമായിട്ട് അവൻ രാവിലെ എഴുന്നേറ്റ ഉടനെ വളരെ നിശബ്ദമായിരുന്ന് കുറേ നേരം സൈലൻ്റ് ആയിരുന്നതിന് ശേഷം, മെഡിറ്റേഷനിൽ ഇരുന്നതിന് ശേഷം കുറച്ച് നേരം അവൻ ഈ അഫർമേഷൻ കൊടുക്കും. അതുകൂടാതെ ജോലി കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അവൻ അങ്ങനെ അഫർമേഷൻ കൊടുക്കും. വൈകുന്നേരം ബെഡിൽ പോകുന്നതിന് മുന്നേ, അങ്ങനെ സമയം കിട്ടുന്ന സമയത്തൊക്കെ അവൻ കുറച്ചൊരു 5 മിനിറ്റ് ഇതിന് വേണ്ടി അഫർമേഷന് വേണ്ടി മാറ്റി വെച്ചു. അതിലൂടെ ഒരു 3 മാസങ്ങൾക്ക് മുന്നേ അവന് ഈ ഒരു ബെൻസ് സി ക്ലാസ് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചു. ഞാനൊരു ഉദാഹരണം പറയുന്നത് മാത്രം. പലപ്പോഴും ഈ അഫർമേഷൻ നമ്മൾ നിരന്തരമായി നമ്മുടെ ചിന്തകളെ വാക്കുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ നേടാൻ സാധിക്കും അതൊക്കെ നേടാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് സമ്പന്നനാവേണ്ട ഒരാളാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കമാൻഡിലൂടെ നിരന്തരം അത് സംസാരിച്ചുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപ എന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്, പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായ മാർഗ്ഗങ്ങളുടെ സമ്പത്തിനിലേക്ക് വരാൻ വേണ്ടി പോകുന്നു, ധാരാളം സമ്പത്തിന് ഉടമയാവുകയാണ് ഞാൻ തുടങ്ങി പ്രസൻറ്റ് ടെൻസിൽ, വർത്തമാന കാലത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. അങ്ങനെ നമ്മളിത് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനൊന്നും തിരിച്ചറിയാനുള്ള ശേഷിയില്ല. നല്ലതേത് ചീത്ത ഏതെന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയത്തില്ല. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ, നമ്മുടെ വിജയത്തിനാസ്പദമായ കാര്യങ്ങൾ നിരന്തരമായിട്ട് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് യാഥാർത്ഥ്യമാക്കാൻ അത് ശ്രമിക്കും. അതിനുള്ള അവസരങ്ങൾ അത് കണ്ടെത്തും. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. അതൊരു അക്ഷയഖനിയാണ്. എല്ലാം നമ്മൾ ചോദിക്കുന്നത് എന്തും നേടിത്തരാനുള്ള അപാരമായ ശേഷിയുണ്ട്. പക്ഷേ പരിശീലനത്തിലൂടെ, നിരന്തരമായ അഫർമേഷൻസിലൂടെ, ഉറക്കെയുള്ള സംസാരത്തിലൂടെ നിങ്ങൾക്കിത് നേടിയെടുക്കാം. നിങ്ങൾക്കിത് പരീക്ഷിക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് രാവിലെ, അതിനിടയിൽ ഒരു 5 മിനിറ്റ്, ഇങ്ങനെ കുറച്ച് നേരം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കും. മനഃപൂർവ്വം ഇത് ചെയ്യുക. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉപബോധ മനസ്സിന് അസാധ്യമായ കഴിവുകളുണ്ടെന്നും അത് തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുന്നതെല്ലാം തരാനുള്ള കഴിവുണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്കുണ്ടാകുമ്പോൾ മാത്രമേ അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. സംശയലേശമെന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണ്, ഞാൻ സമ്പന്നനാണ്, കോടിക്കണക്കിന് രൂപ എന്നിലേക്ക് വരികയാണ്, ധാരാളം സമ്പത്തിന് ഉടമയാവുകയാണ് ഞാൻ എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ട്, ആ കടം വാങ്ങിച്ച ആൾ നിങ്ങളുടെ അടുത്ത് വന്ന് പൈസ ചോദിക്കുന്ന സമയത്ത്, അണ്ണാ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, ഇപ്പോൾ എനിക്കൊന്നും തരാൻ വേണ്ടി സാധിക്കില്ല, ഞാൻ കുറച്ച് ദാരിദ്ര്യത്തിലാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതില്ലാതെ നിരന്തരമായി അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ പറയേണ്ടത് എന്താണ്, എൻ്റെ സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നം എനിക്ക് തീർക്കാൻ വേണ്ടി സാധിക്കും, അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ ഞാനത് സോൾവ് ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വീണ്ടും നിങ്ങളുടെ ഉപബോധ മനസ്സിലോട്ട് പോവുകയും ആ കടം തീർക്കാനുള്ള വഴികൾ കൂടി തെളിഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എപ്പോഴും സന്തോഷകരമായ കുടുംബജീവിതമാണോ വേണ്ടത്, ആരോഗ്യമാണോ വേണ്ടത്, സമ്പത്താണോ വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിരന്തരമായ അഫർമേഷനിലൂടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുക, അതിന് തെളിയിച്ചു തരാനും അതിനുള്ള അവസരങ്ങൾ ഒരുക്കാനും നിങ്ങളുടെ ഉപബോധ മനസ്സ് തയ്യാറാവുകയും അത് അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ സാധ്യമാവുകയും ചെയ്യുമെന്നുള്ളതാണ് സാക്ഷ്യം. അത് നിരന്തരമായി നിങ്ങൾ പരിശ്രമിക്കുക. ഇതിന് നിങ്ങൾക്കൊന്നും നഷ്ടമാവാനില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ
വിശ്വാസത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേഗത. എത്രമാത്രം വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് അവതരിപ്പിക്കുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിയൽ ഫോമിലോട്ട് എത്താൻ വേണ്ടി സാധിക്കും. അത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു മാസം എടുക്കും. എത്രയാണ് എന്ന് നമ്മൾക്ക് നിങ്ങളുടെ തീവ്രത, നിങ്ങൾ അതിനോടുള്ള താല്പര്യം, നിങ്ങൾക്ക് അതിനോടുള്ള എന്താ പറയുക വിശ്വാസതയ്ക്കനുസരിച്ച് അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിക്കുക. അതെല്ലാം തരാനുള്ള അപാരമായ ശേഷി അതിനുണ്ട്. അതിന് അഫർമേഷൻ നിങ്ങൾ ഒരുപാട് സഹായിക്കും. അഫർമേഷൻ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഒന്നുകൂടെ പറയുകയാണ്. അത് പ്രസന്റ് ടെൻസിൽ വേണം പറയാൻ. ഞാൻ സമ്പന്നനാണ്, എനിക്ക് നല്ല ആരോഗ്യമുള്ള ആളാണ്, നിരന്തരമായിട്ട് എന്നിലേക്ക് സമ്പത്തും ആരോഗ്യവും സമാധാനവും കടന്നു വരുന്നു, എൻ്റെ കുടുംബജീവിതം ഭദ്രമുള്ളതാണ്. ഇങ്ങനെ നിരന്തരമായ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ, അഫർമേഷനുകളിലൂടെ, ദൃഢപ്രതിജ്ഞാ വാചകങ്ങളിലൂടെ നിങ്ങൾക്കും വൻ വിജയങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും. പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങൾ റെഡ് ബട്ടൺ അമർത്തുക. ബെൽ ഐക്കൺ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഞങ്ങളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാവുന്നതിനും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോകളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.